നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വീണ്ടും മതവിദ്വേഷ പ്രസംഗം നടത്തി കുരുക്കിലായിരിക്കുകയാണ് മുൻ എംഎൽഎ പി.സി. ജോർജ്. വെണ്ണല മഹാദേവ ക്ഷേത്രത്തിൽ നടത്തിയ പ്രസംഗമാണ് വിവാദമായിരിക്കുന്നത്. പ്രഥമദൃഷ്ട്യാ പി.സി. ജോർജ് ജാമ്യ വ്യവസ്ഥ ലംഘിച്ചിരിക്കുകയാണെന്നാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറായ സി.എച്ച്. നാഗരാജു പറഞ്ഞത്. ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ ചാക്കിട്ട് പിടിച്ച് മുസ്ലിം പുരുഷന്മാർ ഗർഭിണികളാക്കി മുസ്ലിം കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നു. എന്നാൽ അതിനുശേഷം ഈ പെൺകുട്ടികൾ എവിടെ പോകുന്നു എന്നുള്ള വിവാദ പരാമർശമാണ് പി.സി. ജോർജ് ക്ഷേത്രത്തിൽ നടത്തിയത്. ഇതേ തുടർന്ന് പി.സി. ജോർജിനെതിരെ പാലാരിവട്ടം പോലീസ് കേസെടുത്തിരിക്കുകയാണ്. 153A, 295 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് പി.സിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. നേരത്തെ ഹിന്ദു മഹാപരിഷത്ത് തിരുവനന്തപുരത്ത് നടത്തിയ അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യുമ്പോഴും പി.സി. ജോർജ് മതവിദ്വേഷ പ്രസംഗം നടത്തിയിരുന്നു. പിന്നീട് തിരുവനന്തപുരം ഫോർട്ട് പോലീസ് സ്റ്റേഷൻ എസ്.പിയുടെ നേതൃത്വത്തിൽ പി.സിയെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റും ചെയ്തു. തുടർന്ന് മണിക്കൂറുകൾ നീണ്ട നാടകീയ നീക്കങ്ങൾക്കൊടുവിൽ പി.സി പുഷ്പം പോലെ ജാമ്യത്തിൽ ഇറങ്ങുകയാണ് ഉണ്ടായത്. അതിനിടയിലാണ് മറ്റൊരു വിവാദ പ്രസംഗം കൂടി ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇവിടെയും മുസ്ലിം വിഭാഗത്തെ അടിച്ചമർത്തുന്ന തരത്തിലാണ് പി.സി. ജോർജ് പ്രസംഗിച്ചിരിക്കുന്നത്. പി.സി നടത്തിയ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ കാണാം. ഞാൻ ചെയ്ത പാപം എന്താ? ആകെ എന്റെ പേരിൽ ആരോപിക്കുന്ന കുറ്റം ഇവിടുത്തെ ഒരു സമുദായത്തിലെ ആളുകൾ നടത്തുന്ന സ്ഥാപനങ്ങളിൽ ഏതോ ഒരു ഓയിൽമെന്റ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, അത് ഇമ്പോർട്ടന്റ് ആക്കും എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അങ്ങനെയല്ല പറഞ്ഞു. ഞാൻ പറഞ്ഞത് എന്നോടൊരു വ്യക്തി സങ്കടത്തോട് പറഞ്ഞ കാര്യം സത്യമാണെങ്കിൽ, വയനാടുകാരനാണ് പറഞ്ഞത്, ഇതുപോലെ ഭക്ഷണത്തിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തു, അങ്ങനെ നിർവീര്യനാക്കാനുള്ള ശ്രമം നടന്നു, ആശുപത്രി പോകേണ്ടി വന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മര്യാദകളാണ് എന്ന് ഞാൻ പറഞ്ഞത് ശരിയാണ്. അതിനാണ് പിണറായിയുടെ പോലീസ് എൻ്റെ പേര് കേസെടുക്കുന്നത്. ഞാൻ ആ പറഞ്ഞിരുന്ന തെറ്റ് ഈ മനസ്സിലായില്ല. അത് നമ്മുടെ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിക്കോളൂ. സോഷ്യൽ മീഡിയയിൽ മതപണ്ഡിതന്മാരായിട്ടുള്ള മുല്ലാക്കന്മാര് താടിയും തൊപ്പിയും വെച്ചിട്ട് ഇങ്ങനെ പറയുന്നത് ഞങ്ങളുടെ ഭക്ഷണം നല്ല ടേസ്റ്റാണ്. അതിന് കാരണം കുക്ക് രാവിലെ പല്ല് തേക്കാതെ ഓതി തുപ്പും 3 പ്രാവശ്യം. അതുകൊണ്ടാണ് ഇത്. അവര് മുല്ലാക്കാതെ പറഞ്ഞാലും ഞാൻ എന്ത് ചെയ്യാനാണ്? സോഷ്യൽ മീഡിയ നോക്കിക്കോളൂ. ഇപ്പൊ എന്റെ ഫോണിൽ കാണിച്ചു തരാം. ഇതിൽ എന്നെ കുറ്റപ്പെട്ട എന്താ കാര്യം? അവര് തന്നെ പറയുക നബിതിരുമേനിയുടെ തുപ്പല് വർക്കത്താണ്, പിന്നെ അത്തറാണ്, ഇത് തുപ്പല്. ഇതൊക്കെ പറഞ്ഞ് എനിക്കൊന്നും വിരോധമില്ല. ഞാനിത് തുപ്പല് തിന്നാനും പോകുന്നില്ല, അതിന് അഭിപ്രായമില്ല. അതൊക്കെ അവര് പറയുന്നത്. എന്നിട്ട് എൻ്റെ മുഖത്തുകൊണ്ട് കേട്ടിട്ടുണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്നെ കേസിൽ പ്രതിയാക്കിയപ്പോൾ എനിക്കൊരു ചോദ്യമുണ്ട്. പിണറായി വിജയൻ നാട്ടിലുണ്ടോ? പുള്ളിപ്പം അമേരിക്കൻ സാമ്രാജ്യവാദികൾക്കെതിരെ പോരാടാൻ ശക്തി സംഭരിക്കാൻ വേണ്ടി അദ്ദേഹം അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം മാത്രമല്ല സാമ്രാജ്യ ശക്തിക്കെതിരെ പോരാടുന്നത്. സാമ്രാജ്യ ശക്തിക്കെതിരെ പോരാടാൻ CPM മുഴുവൻ വേണമല്ലോ. അതുകൊണ്ട് പാർട്ടി സെക്രട്ടറിയും അമേരിക്കയിൽ പോയിരിക്കുക, ചികിത്സിച്ച് ആരോഗ്യം വെപ്പിക്കാൻ അമേരിക്കക്കെതിരെ പോരാടാൻ. നാണം കെട്ടവന്മാരെ കാര്യം എന്ന് പറയാൻ ഞാൻ അവരോട് ചോദിക്കുന്നു, നിങ്ങളുടെ സാന്നിധ്യത്തിൽ ഈ മഹാക്ഷേത്രത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഇത്ര പറഞ്ഞു എന്ന് പറഞ്ഞ് എൻ്റെ പേര് ഇത്രയും കേസും വഴക്കും മാത്രമല്ല ജില്ലാ കോടതി ഇന്നലെ കൊടുത്തിരിക്കുകയാണ് എൻ്റെ ജാമ്യം റദ്ദ് ചെയ്യണം. ഇത്രയും ചെയ്തൊക്കെ ഞാൻ നോക്കുകയാണ്. എന്നാൽ ഈ വായിക്കുന്ന കാര്യങ്ങളെ പറ്റി എന്താണ് പിണറായിക്ക് പറയാനുള്ളത്? മുസ്ലിം സ്ത്രീകൾ അമുസ്ലിം ഡോക്ടറുടെ അടുക്കൽ ചികിത്സയ്ക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് മതപണ്ഡിതനെതിരെ എന്താ കേസ് എടുക്കാത്തത്? 10 കൊല്ലം കൊണ്ട് കേരളം ഇസ്ലാമിക രാജ്യമാക്കുമെന്ന് പറഞ്ഞ് മൗലവിക്കെതിരെ എന്താ കേസില്ല? ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് പറയുന്നവർ നരകത്തിൽ പോകുമെന്ന് പറഞ്ഞ മൗലവിക്കെതിരെയും കേസില്ല. അമ്പലത്തിന് പിരിവ് കൊടുക്കുന്ന വേശ്യാലയത്തിൽ കൊടുക്കുന്ന പോലെയാണ് എന്ന് പ്രസംഗിച്ചതിനെതിരെയും കേസില്ല. ക്രിസ്തുവ സമയത്ത് ക്രിസ്തു പിഴച്ചു പറ്റവൻ എന്ന് പറഞ്ഞവർക്കെതിരെ കേസില്ല. പിന്നെ പി.സിയോടെതിരെ എന്തിനാ കേസെടുക്കുന്നത്? പറയട്ടെ. ഇത്രയും കാര്യങ്ങൾ ഈ രാജ്യത്ത് നടന്ന സംസ്ഥാനത്ത് നടന്നല്ലോ. അവരുടെ ആരെയും പേര് കേസില്ലല്ലോ. പിന്നെ എന്തിനാണ് എൻ്റെ പേര് കേസെടുക്കുന്നത്? അപ്പൊ പിണറായിയുടെ ഉദ്ദേശം എന്താ? വാസിം അൽ ഹക്കീം അയാള് ഈ ഏപ്രിൽ 23-ാം തീയതി നടത്തിയ പ്രസ്താവനയാണ്. ക്രിസ്തു പിഴച്ചു പറ്റവനാണ്, ക്രിസ്തുമസ് പിഴച്ചു പറ്റവന്റെ ആഘോഷമാണ്.
ഈ ആഘോഷം പാടില്ല. ഇതിനകത്ത് വർഗീയതയുണ്ടോ? ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ അപമാനമുണ്ടോ? നല്ല മുസ്ലിങ്ങൾക്കും അപമാനമാണ്. മറിയം എന്ന് പറയുന്നത് വേശ്യയാണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? മറിയം ബീവി എന്ന് പറയുന്ന ഏക സ്ത്രീയുടെ പേരാണ് ഖുർആനിൽ എഴുതി വെച്ചിട്ടുള്ളത്. പിന്നെ എന്തിനാണ് ഈ വർത്തമാനം പറയുന്നത്? എനിക്ക് മനസ്സിലായില്ല. ഇതിനെതിരെ, ഈ പ്രസ്താവനയ്ക്കെതിരെ കെവിൻ പീറ്റർ പരാതി കൊടുത്തിട്ട് 31/12 പരാതി കൊടുത്ത ഇതുവരെയും കേസെടുത്തിട്ടില്ല. പിന്നെ എന്തിനാണ് എൻ്റെ പേര് കേസെടുത്ത് പറയണ്ടേ? പറയാനുള്ള മര്യാദ കാണിക്കേണ്ട പിണറായി വിജയൻ. അത് പറഞ്ഞേ മതിയാവില്ല, പറയിച്ചേ പിരിയും, ഒരു സംശയം വേണം. ഇവിടെ ഒരു ഏറ്റവും വലിയ പ്രശ്നം എന്താ? ഞാൻ മറ്റു വിശദാംശങ്ങളൊന്നും കിടക്കുന്നില്ല. ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചോളൂ, എന്ത് പത്രം എടുത്താലും ഭൂമാഫിയ പേര് വായിക്കുമ്പോൾ അത് മുഴുവൻ മുസ്ലിമാണ്. കവാല ബിസിനസ്, അതിനകത്ത് 100 മുസ്ലിം ഉള്ളപ്പം ഒരു 2 ക്രിസ്ത്യാനി ഒരു ഹിന്ദുവും വരും. കൊള്ളപ്പലിശ പണം കണക്ക് കൊടുക്കുന്നത് അത് മുഴുവൻ വരാം. വളരെ ചുരുക്കം പേര് ക്രിസ്ത്യാനികളുണ്ട്. ഗൾഫിൽ നിന്ന് സ്വർണം കള്ളക്കടത്ത് നടത്തുന്നത് മുഴുവൻ ഇവരല്ലേ, മുസ്ലിമല്ലേ? എല്ലാ മുസ്ലിങ്ങളുമെല്ലാം മുസ്ലിം വിഭാഗത്തിലെ തീവ്രവാദികൾ. എല്ലാ മുസ്ലിങ്ങളെയും ഒരിക്കലും നിങ്ങൾ കുറ്റപ്പെടുത്താൻ പാടില്ല. അതുപോലെ തന്നെ ലവ് ജിഹാദ് വഴി ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ വഴിതെറ്റിക്കുന്ന ആരാ? മുസ്ലിങ്ങളല്ലേ? ഇതിന് മര്യാദ എന്താ? നമ്മുടെ ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ വളരെ സംഘടിതമായി മതം മാറ്റി പ്രേമിച്ച് വിവാഹം കഴിച്ച് മതം മാറ്റി ഒരു കുഞ്ഞിനെ പ്രസവിക്കും. അതും ഒരു മൗലവി പറഞ്ഞിട്ടുണ്ട്. 5000 പെണ്ണുങ്ങളെ ഞങ്ങൾ ചാക്കിട്ടിട്ടുണ്ട്. 5000 പേരും പ്രസവിക്കുക, 5000 മുസ്ലിം കുഞ്ഞുങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലുണ്ട്. അത് കഴിഞ്ഞ് എവിടെയാ പെൺകുട്ടികൾ? അതാണ് എൻ്റെ ചോദ്യം. എന്താ പ്രശ്നം അവിടെ? ഒന്ന് പ്രസവിച്ചു, മുസ്ലിം ആയിക്കോട്ടെ, അത് കഴിഞ്ഞവരവിടെ പോകുന്നു. ഈ ഗവൺമെന്റ് അത് ആലോചിച്ചിട്ടുണ്ടോ? അന്വേഷിച്ചിട്ടുണ്ടോ? കേന്ദ്ര ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഇടപെടേണ്ടതല്ലേ? അവർ സിറിയയിലെത്തുന്നു, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലെത്തുന്നു. താലിബാൻ വിഷവിത്തുകളുടെ വേശികളായി മാറുന്നു എന്ന ദുഃഖകരമായ സത്യം വേദനയോടുകൂടി നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ? നമ്മുടെ പെൺകുഞ്ഞുങ്ങളെ ചാക്കിട്ട് പിടിച്ചുകൊണ്ട് പോയി അവർ മുസ്ലിമാക്കി വിവാഹം കഴിച്ച് ജീവിക്കട്ടെ, നമുക്ക് ആർക്കും എതിരില്ല. പക്ഷേ അവരെ ഒരു പ്രസവം കഴിഞ്ഞാൽ നേരെ താലിബാനിസ്റ്റുകൾക്ക് കാഴ്ചവെക്കുന്ന നിലപാട് ശരിയാണ്. ഇവിടെ വലിയ വകുപ്പടിക്കുന്ന മുഖ്യമന്ത്രി ചോദിക്കട്ടെ, ജസ്ന എവിടെ? മുക്കൂട്ട് തറക്കാർ ജസ്ന 3 വർഷമായാലും CBI അന്വേഷിച്ചല്ലോ, കിട്ടിയിട്ടുണ്ടോ? എവിടെ പോയി എന്ന് പറയണ്ടേ? അപ്പോ ആ കുട്ടി ജീവിച്ചിരിക്കുന്നില്ല, അവരെ ഒന്ന് കുഴിച്ചുപൊടി എന്നാണ് ഞാൻ അറിയുന്നത്. ഇതെന്താ ഇത്? അതുപോലെ ഞാൻ ചോദിക്കട്ടെ, ഈ ലവ് ജിഹാദ് മുഴുവൻ മുസ്ലിങ്ങളല്ലേ? കൂടുതലും 198 മുസ്ലിങ്ങൾ സംഘടിതമായി മതം മാറ്റത്തിന് വേണ്ടി നടത്തുന്ന പ്രക്രിയ. ഇതിനെ എതിർക്കാതിരിക്കാൻ കഴിയുമോ? ഇവിടെ ഉള്ള നല്ലവരായ പെൺകുഞ്ഞുങ്ങളോടും അമ്മമാരോടും എനിക്ക് പറയാനുള്ളത്, ഈ മഹാദേവ ക്ഷേത്രത്തില് ഇപ്പൊ സപ്താഹ യജ്ഞം കൂടി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ പെൺകുഞ്ഞുങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു മടിയുമില്ലാതെ ഞാൻ പറയുന്നു, നമ്മുടെ പെൺകുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണം. അവരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇനിയും നമുക്ക് കരയേണ്ടി വരും. ഞാൻ ചോദി, അടുത്ത കാലത്തല്ലേ ഇവിടെ 3 ഹൈന്ദവ കുടുംബാംഗങ്ങൾ ആത്മഹത്യ ചെയ്തത്? ആരാണ് കാരണക്കാരൻ? ഒരു ഭൂമാഫിയക്കാരനല്ലേ? അവൻ ആരാണ്? നിങ്ങൾ ആലോചിക്കൂ. അവനെതിരെ നടപടിയെടുക്കാൻ പോലും തൻ്റെ ഇടമില്ലാത്ത നാണം കെട്ട പോലീസായി കേരള പോലീസ് മാറിയിരിക്കുകയല്ലേ? ഇതിനൊക്കെതിരെ മിണ്ടുമ്പോ ഞാനിത് ശരിയല്ലെന്ന് പറഞ്ഞ് എന്നെ ഉടനെ ഊക്കാമിരിക്കുമെന്ന് പറഞ്ഞാൽ ഞാനങ്ങനെ ഭയപ്പെടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് മാത്രമേ എനിക്ക് പറയാം. ഒന്നറിയാമോ, MDMA എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ ലോകത്തിലെ ഏറ്റവും വലിയ മയക്കുമരുന്ന്, അത് 1/2 കിലോയൊക്കെയാണ് പിടിക്കുന്ന ഇവന്മാരിൽ നിന്ന്. ആരാ പിടിക്കുന്ന പ്രതി? ഇതുപോലെ താലിബാനിസ്റ്റ്. ഈ പ്രതിയായിട്ട് വരുന്നവരാരാണെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഒളിച്ചു വെക്കാതെ ഞാൻ പറയട്ടെ, ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ രാജ്യം
700 വർഷം മുഗളന്മാർ മുസ്ലിങ്ങൾ ഭരിച്ചിട്ടും മുസ്ലിം രാജാക്കന്മാർ ഭരിച്ചിട്ടും ഈ ഹൈന്ദവ രാഷ്ട്രത്തെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞില്ല. ആ ഹൈന്ദവ വികാരം ഇന്ത്യയിൽ നിലനിന്നു. അവരെല്ലാവരും മുസ്ലിങ്ങളായ രാജാക്കന്മാരായിരുന്നു. 700 കൊല്ലം അവർ ശ്രമിച്ചിട്ട് നടത്താത്ത കാര്യം ഇപ്പോ ഒരുപറ്റം തീവ്രവാദ മുസ്ലിങ്ങൾ നോക്കിയാൽ ഈ രാജ്യത്തെ മുസ്ലിം രാഷ്ട്രമാക്കാൻ കഴിയില്ല എന്നതിൽ എനിക്ക് സംശയമൊന്നുമില്ല, എനിക്കതിൽ ഭയവുമില്ല. പക്ഷെ പ്രശ്നം അതാണ്. എന്താണ് ഇതിന് കാരണം? ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ രാജ്യം ലോകത്തിന്റെ നെറുകയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയാണ് സാമ്പത്തികമായി മുന്നിൽ എന്ന് പറയുമെങ്കിലും അമേരിക്കയെ പോലും കവച്ചു വെച്ചുകൊണ്ട് അതിലും വലിയ സാമ്പത്തിക ശക്തിയായി ലോകമെമ്പാടും ജനം അംഗീകരിക്കുന്ന, രാജ്യങ്ങൾ അംഗീകരിക്കുന്ന നേതൃത്വമായി ഇന്ത്യ രാജ്യം മാറിക്കൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ ഇത് തകർക്കണമെന്ന് നിർബന്ധമാർക്കാം. ആ തകർക്കണം എന്നാഗ്രഹിക്കുന്ന ഇന്ത്യയുടെ ജനാധിപത്യത്തെ തകർക്കണം, ഭരണ സംവിധാനത്തെ തകർക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഭീകര ജീവികൾ, ആ ജീവികളാണ് കേരളത്തിലും ഇന്ത്യയിലും ഈ മതേതരത്വത്തിനെതിരായി ജിഹാദ് വെളിയുമായി നടക്കുന്നത്. ഇതിന് പുറകിൽ പാകിസ്ഥാൻ മാത്രമാണെന്ന് ഞാൻ കരുതുന്നില്ല. പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങൾ ഈ രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കണം, നമ്മുടെ വളർച്ചയെ മുരടിപ്പിക്കണം, നമ്മുടെ വികസന മേഖലയെ തകർക്കണമെന്ന ലക്ഷ്യത്തോടുകൂടി നീങ്ങുമ്പോൾ ഒറ്റക്കെട്ടായി ഈ രാജ്യത്തെ ഹൈന്ദവ സമൂഹവും ഇവിടുത്തെ ക്രൈസ്തവ സമൂഹവും മാന്യന്മാരായ മുസ്ലിം സഹോദരന്മാരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഈ രാജ്യത്തെ നല്ല നിലയിലാക്കിയെടുക്കാൻ കഴിയൂ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിന് വിട്ടുവീഴ്ചയില്ലാത്ത കാര്യമാണ്. ഇങ്ങനെ പോയേ പറ്റുള്ളൂ. ഇസ്ലാം എന്ന വാക്കിന്റെ അർത്ഥം എന്നാണ്? ഐ ഷുഡ് ലവ് ഓൾ മെൻ എന്നാണ് ഇസ്ലാം. ഐ ഷുഡ് എന്ന് പറയുന്നത് ലവ് ഓൾ മെൻ. മനസ്സിലായി? ഇസ്ലാമിന്റെ അർത്ഥം അതാണ്. ഇവിടെ എല്ലാവരും പോയിട്ട് ആരെങ്കിലും ഒന്ന് സ്നേഹിക്കണ്ടേ? നോക്കുക, ആരെങ്കിലും സ്നേഹിക്കണ്ടേ? ആരെങ്കിലും ഒന്ന് സ്നേഹിക്കണ്ടേ? ഇവരെന്തിനാണ് ഈ കൺവെൻഷൻ നടക്കുന്നത്? ഇവിടെ പണ്ടുകാലം പോലെ കുറെ ക്രിസ്ത്യാനികളാണ് ഈ ആളുകളെ കൺവെർട്ട് ചെയ്യുന്നത്, അതെ, ക്രിസ്ത്യൻ മതത്തിലേക്ക്. ഞാനത് വളരെ വിശദമായി പഠനം നടത്തി. 2.5% ഉണ്ടായിരുന്ന ക്രിസ്ത്യാനി ഇപ്പം 1.8% ഇന്ത്യയിലുണ്ട്. പഠിച്ചോ? അപ്പൊ കൺവേർഷൻ കൂടെ നടത്തിയാൽ കൂടുതൽ വരട്ടെ, 2.5% കൂടട്ടെ. ആ 2.5% 1.8 ആയി കുറഞ്ഞിരിക്കുക ക്രിസ്ത്യാനി. എല്ലാ ക്രിസ്ത്യാനിയും, കത്തോലിക്കലും ജാക്കബറ്റും ഓർത്തഡോക്സും CSIയും ജാക്കബറ്റ്സും ഉൾപ്പെടെ എല്ലാം ചേർന്നാലും 1.8. അപ്പൊ ഇവിടെ കേരളത്തിലെ കണക്കെങ്ങനെ പോകുന്നത് നമ്മൾ പഠിക്കണ്ടേ? കേരളത്തിൽ 55% ഉണ്ടായിരുന്ന ഹൈന്ദവ സമൂഹം 1958 55% വരെ ഉയർന്നിരുന്ന ഹൈന്ദവ സമൂഹം ഇപ്പോ 46 കുറഞ്ഞിരിക്കുന്നു. 9% കാണാൻ. ക്രിസ്ത്യാനിയോ 58 25% ഉണ്ടായിരുന്ന ക്രിസ്ത്യാനി കുറഞ്ഞ് 14% ചുരുങ്ങിയിരിക്കുന്നു. 58 14% ഉണ്ടായിരുന്ന ഇസ്ലാം മതവിശ്വാസികൾ ഇപ്പോൾ 32% ഉയർന്നിരിക്കുന്നു. ഈ സന്തോഷമാണ്, കുഴപ്പമൊന്നുമില്ല. അവര് വളർത്തിക്കട്ടെ, നല്ലതാണ്. ഈ രാജ്യത്ത് സ്വാഭാവികമായി മനുഷ്യ വിഭവശേഷി വളരെ വലുതായി വേണ്ടതാണ്, എനിക്ക് തർക്കമില്ല. പക്ഷെ എനിക്ക് നിങ്ങൾ ഹിന്ദുക്കളോട് കൃത്യമായിട്ട് പറയാനുള്ളത്, മുസ്ലിങ്ങൾ മാത്രമായി വളർന്നുകൊണ്ട് കാര്യമില്ല. മനുഷ്യ വിഭവശേഷി അവർക്ക് മാത്രമല്ല, ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനിക്കും വേണം. നിങ്ങൾ സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, ഒരു 4 കൊച്ചുങ്ങളെങ്കിലും തള്ളയാകാനുള്ള ബാധ്യത നിങ്ങൾ ഏറ്റെടുക്കണം. അതുപോലെ എല്ലാം രക്ഷപ്പെടുകയല്ല, പലർക്കും നാണം വരും. നാണിക്കണ്ട, നല്ല കാര്യം പറയാം. ഞാനിപ്പോൾ എല്ലാ പിള്ളേരോടും പറയാം, ഒരു 4 പിള്ളേർ വേണം. നമ്മളെ 8ഉം 10ഉം ഒക്കെ ഉണ്ടാവും, പക്ഷെ ഒരു 4 വേണം. താരതമ്യപ്പെടുത്തി നമ്മളെ ശക്തി, ക്രയശക്തി ഒന്ന് വർദ്ധിപ്പിച്ചെടുക്കാൻ, അല്ലാതെ മുസ്ലിങ്ങളെ തോപ്പിക്കാനല്ല. മുസ്ലിം ജയിക്കട്ടെ, നമുക്ക് തർക്കമില്ലെന്ന്. പക്ഷെ അവര് മാത്രമായാൽ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടും. ഈ വിവരമില്ലാത്ത വല്ലാക്കന്മാരിങ്ങനെ വിവരക്കേട് പറഞ്ഞ് കേൾക്കേണ്ട ഗതികേടുണ്ടാവും. അതുണ്ടാകാതിരിക്കാനാണ് ഞാനിത് പറയുന്നത്. ഞാനൊരു കാര്യം കൂടെ ചോദിക്കട്ടെ. ഇവിടെ
ഈ നമ്മുടെ വെണ്ണല തൈക്കാട് ശ്രീ മഹാദേവ ക്ഷേത്രം ഇവിടെ ഒരു ട്രസ്റ്റ് ചെയർമാനും മെമ്പർമാരും ഒക്കെ ഇവിടെ. പക്ഷെ കേരളത്തിലെ ക്ഷേത്രങ്ങൾ ആരുടെ കൈവശമാണ്? ഞാൻ കേരള നിയമസഭ പറഞ്ഞ കാര്യം അത് നിങ്ങൾ പേടിക്കണ്ട, എന്നെ ആരും മൂക്കി എത്താനൊന്നും. ക്ഷേത്രം ഹൈന്ദവ വിശ്വാസികൾ കയ്യിലിരിക്കണം. ഇപ്പൊ ദേവസ്വം ബോർഡിനില്ല, ദൈവം ഇല്ലെന്ന് പറയുന്നതാണ് ക്ഷേത്രം ഭരിക്കുന്നത്. പിന്നെ ഇങ്ങനെ ക്ഷേത്രം നന്നാകുന്നു എനിക്ക് മനസ്സിലായില്ല. ദേവസ്വം മന്ത്രി ഈ ദേവസ്വമയെ പിരിച്ചുവിടണം. ക്ഷേത്രങ്ങൾ ഹൈന്ദവ വിശ്വാസികളുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കണം. അതാണ് അതിന്റെ മര്യാദ. അതിന് പകരം ഇവിടെ നിങ്ങളുടെ കയ്യിലാണ്. ബാക്കി കേരളത്തിലെ മുഴുവൻ ക്ഷേത്രങ്ങളും തന്നെ ദേവസ്വം ബോർഡിന് ഇരിക്കുക. ശബരിമല പോലും ഉറങ്ങില്ല. പോരെ കിട്ടുന്ന കാശെല്ലാം കൂടെ പുട്ടടിച്ച് കിടക്കല്ലേ മന്ത്രിമാരെല്ലാം കൂടെ. ശരിയാണോ? നമുക്ക് സമ്മതിക്കാൻ പാടില്ല. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തെ ഏറ്റവും വലിയ വിഷയമാക്കി ഉയർത്താൻ പോകുന്ന ആ വിഷയമാണ്. ഒരു സംശയം വേണ്ട. കേരളത്തിലെ ജനങ്ങൾ തീരുമാനിക്കട്ടെ ഇവിടെ ആരെ ക്ഷേത്രം ഭരിക്കണം. ക്ഷേത്രം ഭരിക്കുന്ന ദൈവവിശ്വാസം ഇല്ലാത്ത ക്ഷേത്രത്തിലേക്ക് പോകുന്നത് അത് എതിർത്തേ മതിയാവും. അതുപോലെ തന്നെ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ന്യൂനപക്ഷം എന്ന് പറയുന്ന 32% ഇപ്പൊ ന്യൂനപക്ഷമല്ല പറയുക. ഇസ്ലാം മതവിശ്വാസികൾക്ക് മക്കയ്ക്ക് പോകാൻ സബ്സിഡി ഉണ്ട്. ഇന്ത്യ ഗവൺമെന്റ് കൊടുക്കുക സബ്സിഡി, കേരള സർക്കാർ കൊടുക്കുക, മക്കയ്ക്ക് പോകുക. ഇവിടെ അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ശബരിമല. ആ ശബരിമലയിലേക്ക് പമ്പയിൽ ബസ്സുണ്ട്. ആ ബസ്സിന് KSRTCക്ക് മാത്രമേ ഉള്ളൂ. അത് ഇരട്ടിക്കാശ് ഹിന്ദുക്കളെ പിടിച്ചു പറിക്കുക. അതിന് മര്യാദയില്ല. മുസ്ലിങ്ങൾക്ക് പോകാൻ സബ്സിഡി, ഹിന്ദുക്കൾക്ക് ദൈവത്തെ കാണാൻ പോക്കറ്റിൽ ഇരട്ടിക്കാശ് കൊടുക്കും. അതിന്റെ മര്യാദ എന്താ? ഇതൊക്കെ ഞാൻ നിയമസഭയിൽ ചോദിച്ച കാര്യങ്ങളാണ് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ചോദിക്കുന്നത്. നമ്മുടെ അറബി സ്കൂളിൽ നമ്മുടെ ഓത്തുപള്ളിക്കൂടമുണ്ട് മുസ്ലിങ്ങൾക്ക്. നല്ല കാര്യമാണ്, പിള്ളേരെ പഠിപ്പിക്കാം. ആ ഓത്തുപള്ളിക്കൂടത്തിൽ മുല്യാക്ക് ശമ്പളമല്ല, ക്ഷേമനിധിയിൽ നിന്ന് ഫണ്ട് കൊടുക്കുന്നു. തീർന്നില്ല, പെൻഷനും കൊടുക്കുന്നു. കുഴപ്പമില്ല. ഇവിടെ ന്യൂനപക്ഷമുള്ള ക്രിസ്ത്യാനിയുടെ വേദപാഠം പഠിപ്പിക്കുന്നവർക്ക് തന്നെ കൊടുക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അവിടുത്തെ ഒരു പൈസ കൊടുക്കുന്നില്ലല്ലോ. പിന്നെ ഒരു സമുദായത്തിന് മാത്രമായിട്ട് എന്തിനു കൊടുക്കുന്നു? ഇതൊക്കെ സന്തുലിതാവസ്ഥ, മനുഷ്യന്റെ സന്തുലിതാവസ്ഥ, സമുദായങ്ങളുടെ സന്തുലിതാവസ്ഥ തകർക്കുന്ന ഇടപാടാണ്. ഇത് ഗുണകരമല്ല. അതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. ഞാൻ ഒരു വർഗീയതയും പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ആഗ്രഹം എനിക്കില്ല. മുസ്ലിങ്ങൾ കൂടുതൽ നന്നായി വരട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. പക്ഷേ ആ മുസ്ലിങ്ങളെ തീവ്രവാദികൾ, ഇടതുപക്ഷം, പിണറായി വിജയൻ, SDP ഉൾപ്പെടെ തീവ്രവാദ മുസ്ലിങ്ങളുടെ പിണിയാളായിട്ടല്ലേ പ്രവർത്തിക്കുന്നത്? നിഷേധിക്കാൻ കഴിയുമോ? എന്നാലോചിച്ച് എല്ലാ സംഘടനകളിലും മുസ്ലിങ്ങൾ തീവ്രവാദികൾ ഒഴിഞ്ഞു കയറിക്കൊണ്ടിരിക്കുക. എൻ്റെ പാർട്ടിയിലുകൊണ്ട് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ പറഞ്ഞു, SDP ആളുകൾ തുഴഞ്ഞു കയറില്ല. എല്ലാ പാർട്ടിയിലും അവരുടെ ആളുകൾ വേണം. ഇവിടെ വലിയ തമാശ ഉണ്ടായി. CPM-ന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥി ഒരു മുസ്ലിം, DYFI. 2 ദിവസം കഴിഞ്ഞപ്പോ കോൺഗ്രസിനകത്ത് എത്രയോ സീനിയറായ ആളുകളുണ്ട് അതിനുവേണ്ടി വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. എല്ലാം മാറ്റി വെച്ചിട്ട് അവിടെയും ഒരു മുസ്ലിമിന് കൊടുത്തു. മനസ്സിലായി? അപ്പം LDF ചെയ്തപ്പം UDF LDF എന്നാ ഇത് അങ്ങോട്ട് ചക്കരയും ചിക്കരയും വന്ന് എന്നെ അടിച്ചാൽ മുസ്ലിം, അത് മതിയോ? യോഗ്യത വ്യവസ്ഥയാണ് കാര്യങ്ങൾ ചെയ്യണ്ടേ. ഇവിടെ നിയമസഭാ ഇലക്ഷൻ നടക്കാൻ പോവാണ്. നിയമസഭാ ഇലക്ഷനിൽ ഒരു സ്ഥാനാർത്ഥി, എൻ്റെ നാട്ടുകാരൻ, LDF സ്ഥാനാർത്ഥി, എനിക്കൊരു പരാതിയുണ്ട്. അങ്ങേര് നല്ല ഒന്നാന്തരം ഒരു ഡോക്ടറാണ്. അയാളെ പിടിച്ച് ഈ പണിക്ക് വിടുന്നത് ശരിയാണോ? CPM ചിന്തിക്കണം. അല്ല, ഇവിടുത്തെ CPM ചിന്തിക്കണം. അങ്ങേര് കാട്ട് ഓപ്പറേഷൻ നടത്തുന്ന ഏറ്റവും നല്ല ഡോക്ടറാണ് ഇന്ത്യയിലെ, കേരളത്തിലെ.
അയാളെ ആ പണി നിർത്തിവെച്ചിട്ട് രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നിട്ട് എന്ത് നേടാനാണ്? CPM എപ്പോഴും കഴിവുള്ളവരെ നശിപ്പിക്കുന്നവരാണ്. ആ ഡോക്ടർ എന്നോട് ചോദിച്ചിരുന്നത് ഞാൻ പറഞ്ഞു കൊടുത്തേ. എൻ്റെ അയൽവാസികൾ എന്നോട് ചോദിക്കാത്തതുകൊണ്ട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. കഴിഞ്ഞവിടെ ആരെയാ നിർത്തിയവരെ ഓർക്കുന്നുണ്ടോ? ഇവിടെ ഓർക്കുന്നുണ്ടോ? ഇല്ല. പല്ല് ഡോക്ടർ, എല്ലിൻ്റെ ഡോക്ടറെ ഇവിടെ നിർത്തി. അങ്ങനെ എല്ല് ഒടിഞ്ഞ് സ്ഥലം കിട്ടും. ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി എല്ല് ഡോക്ടർ. ഇത്തവണയോ? ഇത്തവണ ചങ്ക് ഡോക്ടർ. എല്ലോടും ചങ്ങേര് പോയി, ഇങ്ങനെ ചങ്ക് പറിഞ്ഞും പോകും. ഒരു സംശയം വേണം. അതായത് ജനങ്ങൾക്ക് സേവനം വേണമെങ്കിൽ നല്ല ഡോക്ടർ എന്നതിൽ സേവനം ചെയ്യണം. അതല്ലാതെ പുള്ളി ചെയ്യുന്നത് ശരിയല്ല. പുള്ളി കഴിയുമെങ്കിൽ സ്ഥാനാർത്ഥിത്വം ഉപേക്ഷിച്ച് പിന്മാറുന്നതായിരിക്കും നല്ലത് എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് എന്ന നിലയിൽ പറയാൻ ആഗ്രഹിക്കുന്നു എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാറുള്ളൂ. UDFിന്റെ സ്ഥാനാർത്ഥിയോ? അതും പൂഞ്ഞാറാണ്. UDFിന്റെ സ്ഥാനാർത്ഥി PT തോമസിന്റെ ഭാര്യയാണ്. ആ PT തോമസ് പൂഞ്ഞാറുകാരനാണ്. എനിക്ക് വളരെ വ്യക്തിപരമായ അടുപ്പവും ബന്ധമുള്ളയാളാണ്. അദ്ദേഹം മരിച്ചു. നമുക്കറിയാം, വലിയ ദുഃഖകരമായ അന്ത്യമായിരുന്നു. എല്ലാവർക്കും അതിൽ മനപ്രയാസമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉമ നിൽക്കുന്നില്ലെന്ന് കാലെ പിടിച്ച് പറഞ്ഞിട്ട് സമ്മതിക്കില്ല, ബലമായിട്ട് പിടിച്ചേർത്തിരിക്കുക. അതെന്തിനാ? അപ്പൊ കോൺഗ്രസ്സുകാരന് സഹതാപം ഇല്ലെങ്കിൽ വോട്ട് പിടിക്കാൻ പറ്റുകയെന്നല്ലേ അതിനർത്ഥം. ഇവിടെ സ്ത്രീകളും പുരുഷന്മാരുമായി ഒരു ഡസൻ ആളുകൾ കോൺഗ്രസിന് സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി കരഞ്ഞോണ്ട് നടക്കുമ്പോഴാണ് അവരെല്ലാം കളഞ്ഞിട്ട് സഹതാപത്തിന് സ്ഥാനാർത്ഥിത്വം. അതിന് മര്യാദ എന്താണ്? സഹതാപത്തിനാണ് വോട്ട്. അപ്പൊ സഹതാപം ഇല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് സ്ഥാനാർത്ഥി കിട്ടില്ല. ഞങ്ങൾ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടും ബലമായിട്ടല്ല പിടിച്ചു നിർത്തിയിരിക്കുന്നത്. അപ്പൊ സഹതാപ വോട്ട് മേടിക്കാനുള്ള അത് എന്താരാ? VD സതീശൻ കാലെ പിടിച്ചുകൊണ്ടാണ് നിന്നത്. VD സതീശൻ എന്തിനാ കാലെ പിടിക്കാൻ പോയത്? സതീശന്റെ പോക്ക് അത്ര നല്ലതല്ല, പറയാതിരിക്കാൻ പറ്റില്ല. കേരളത്തിലെ പ്രതിപക്ഷ നേതാവായി എത്രയോ മാന്യന്മാരിരുന്ന കസേരയാണ്. ആ കസേരയെ കയറി, മാന്യന്മാരിരുന്ന കസേരയെ കയറി ഇങ്ങനെ ഇരിക്കുക. നമ്മുടെ കനകസിംഹാസത്തിൽ വാണരുളുന്നവൻ ശുംഭനോ ശുനകനോ എന്ന് മാത്രമേ അത് സംഭവിച്ചെനിക്ക് പറയാനും. ശുംഭനാണോ ശുനകനാണോ? ഇത് രണ്ടും ഏതെങ്കിലും. അതാണ് പ്രതിപക്ഷ നേതാവ്. നേരത്തെ രമേശ് ചെന്നിത്തല ഇരുന്നാണ്, K കരുണാകരൻ ഇരുന്നാണ്, AK ആന്റണി ഇരുന്നാണ്. അവിടെ മാന്യന്മാരായി ഇരുന്ന കസേരയാണ് ഈ മാന്യം കയറി ഇരിക്കുന്നത്. അതാണ് ശുനകനോ ശുംഭനോ എന്ന് ചോദിക്കാതിരിക്കാൻ പറ്റാത്തത്. ഏതായാലും ശുനകൻ അല്ലെങ്കിൽ ആ VD സതീശന്റെ സ്ഥാനാർത്ഥിയായി എന്നതുകൊണ്ട് തന്നെ ഉമയ്ക്കും വോട്ട് കിട്ടാൻ ബുദ്ധിമുട്ടാവും. ഞാൻ ഇപ്പൊ കാണുന്ന ഈ നിയമത്തെ ഇലക്ഷൻ രാഷ്ട്രീയം അതാണ്. മറ്റു വിശദാംശങ്ങൾ ഞാൻ പിന്നീട് കിടക്കുന്നില്ല. സുഹൃത്തുക്കളെ, ഞാൻ ദീർഘമായിട്ട് ഒന്നും പറയുന്നില്ല. ഇങ്ങനെ പോയാൽ നമുക്ക് ജീവിക്കണോ എന്ന് ചിന്തിക്കുക. നിങ്ങൾ ആലോചിച്ച്, ഇവിടെ അടുത്ത് ഒരു ഹിന്ദുക്കളുടെ ഇടയ്ക്ക് ഒരു മുസ്ലിമിന്റെ കടയുണ്ട്, മനസ്സിലായി? ഇവിടെ ഉണ്ട് അടുത്ത്. ആ കടയിൽ നമ്മളെല്ലാം കയറി കച്ചവടം നടത്തും, ഒരു കുഴപ്പമില്ല. എന്നാൽ മുസ്ലിങ്ങളുടെ ഇടയ്ക്ക് ഒരു ഹിന്ദുവിന് കടയുണ്ടെങ്കിൽ ആ കട ഒരാഴ്ച നിൽക്കുമോ? ഞാൻ എന്ത് പറയുന്നറിയോ? മുസ്ലിങ്ങൾ മാറണം. നിങ്ങൾ ഈ രാജ്യത്തെ സ്നേഹിക്കണം. ഇന്ത്യയും പാകിസ്ഥാനും കൂടെ ക്രിക്കറ്റ് കളിക്കുമ്പോൾ പാകിസ്ഥാൻ വേണ്ടി ജിന്ദാബാദ് വിളിക്കാൻ പാടില്ല. പാകിസ്ഥാൻ ജിന്ദാബാദ് വിളിച്ചാലും ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ രാജ്യത്തോട് സ്നേഹത്തോടു കൂടി നല്ല കളിക്കാരെ പ്രോത്സാഹിപ്പിച്ചോളൂ, നമുക്ക് എതിർപ്പില്ല. ഇപ്പോ അതൊക്കെ നിലവിട്ട് ഇവിടെ രാജ്യത്തെ പോലും അവഗണിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ തീവ്രവാദത്തിന് നിന്നു കൊടുക്കുന്ന നിലയിലേക്ക് ഒരു ചെറിയ വിഭാഗം മുസ്ലിം വിഭാഗം മാറിയിരിക്കുന്നു എന്നത് ദുഃഖകരമാണ്. അവർ അതിൽ നിന്ന് പിന്മാറണം. അവരുടെ മതപണ്ഡിതന്മാർ ആ കാര്യത്തിൽ ഇടപെട്ടവരെ പിന്മാറ്റണം എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. ഞാൻ മറ്റു വിശദാംശങ്ങളൊന്നും കിടക്കുന്നില്ല. ഇവിടെ ഈ ക്ഷേത്രത്തിൽ വരുവാനും നിങ്ങളെ കാണുവാനും രണ്ട് വാക്ക് പറയാൻ അവസരം ലഭിച്ചത് ഒരു വലിയ കാര്യമായി തന്നെ ഞാൻ കാണുന്നു എന്ന് നിങ്ങളെ അറിയിക്കട്ടെ. നിങ്ങളോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. നന്ദകുമാറിനോടും കുടുംബത്തോടും, പ്രത്യേകിച്ച് നന്ദകുമാർ ഇങ്ങനെ സ്വന്തം ക്ഷേത്രം ഉണ്ടാക്കുക നന്നായി, എനിക്കിഷ്ടപ്പെട്ടു. അല്ല, എനിക്കറിയാം, മനസ്സിലായില്ല. അതൊക്കെ അവരെ രണ്ടുപേരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും
അങ്ങനെ ഒരു ക്ഷേത്രം നല്ല രീതിയിൽ ഉണ്ടായിരിക്കുന്നു, നല്ല പ്രതിഷ്ഠ ഉണ്ടായിരിക്കുന്നു. അതിന് പ്രത്യേകമായ അനുഗ്രഹം ദൈവം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ശ്രമിച്ച് നിങ്ങളോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ ഞാൻ പോയി കഴിഞ്ഞാൽ അവരോട് 2 വർത്തമാനം പറഞ്ഞില്ലോ എന്ന് പറയരുത്. ആർക്ക് വേണേൽ ഇപ്പോൾ ചോദിക്കാം, എനിക്ക് ഒരു വിരോധവും. എന്തെങ്കിലും ചോദിക്കാനുള്ള ചോദിക്കാം, ഇല്ല എന്നെ പോകാൻ അനുവദിക്കണം എന്ന് ഞാൻ അറിയിക്കും.